ഗുരുവായൂർ ദേവസ്വം കൊമ്പൻ മുകുന്ദൻ ചരിഞ്ഞു. 44 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ബീഹാറിന്റെ വനാന്തരങ്ങളിൽ ജനിച്ചു വീണ കുട്ടിക്കൊമ്പനെ 1986 സെപ്റ്റംബർ മാസം 8-ാം തീയതി പുന്നത്തൂർ രാജവംശത്തിൽപ്പെട്ട തുളസീദാസ രാജ ഗുരുവായൂരപ്പന് നടക്കിരുത്തി. അന്ന് ഇവന് പ്രായം വെറും 6 വയസ്സ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ കുറുമ്പും വാശിയും കൈമുതലായുള്ളവൻ. നടയിരുത്തിയ ദിവസം തന്നെ അവൻ പാപ്പാൻ കുഞ്ഞിരാമനെ ഇടിച്ചിട്ടു. തോട്ടിക്കും വടിക്കും മുന്നിൽ തന്റെ ഇടം പണയം വയ്ക്കുവാൻ മുകുന്ദൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. താൻ ആർക്കും ചട്ടമാകില്ല എന്ന് ദൃഢപ്രതിജ്ഞയെടുത്തവൻ. മെരുക്കാൻ വരുന്ന പാപ്പാന്മാർ തനിക്ക് ചട്ടമാകണം. അതായിരുന്നു അവന്റെ സ്വഭാവ സവിശേഷത. അതിന് വിപരീതമായി നിന്നവരൊക്കെ അവന്റെ ചൂടറിഞ്ഞിട്ടുണ്ട്. ചട്ടക്കാരിലെ പ്രഗത്ഭനായ മേപ്പറത്ത് കൃഷ്ണൻകുട്ടി നായരെ തട്ടിയിട്ട് കുത്തിയതും 1992 ഓഗസ്റ്റ് 9 കൊടുമ്പിടി സ്വദേശി പങ്ങുവിനെ കുത്തിക്കൊന്നതും ഈ സ്വഭാവ സവിശേഷത കൊണ്ടാണ്. ഇത്തരം സ്വഭാവ സവിശേഷതകൾ കൊണ്ട് കേടി ലിസ്റ്റിൽ ഉൾപ്പെട്ട മുകുന്ദൻ കോട്ടയ്ക്കുള്ളിൽ എന്നേക്കുമായി തളയ്ക്കപ്പെട്ടു. 2006 കിടന്നിട്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ ഇടത്തെ അമരത്തിലെ സ്റ്റൈഫിൽ ജോയിന്റിന് പരിക്കേറ്റു. തുടർന്ന് നീര് വന്നു തൂങ്ങി നടക്കാൻ സാധിക്കാത്ത അവസ്ഥയിലെത്തി. അതോടെ മുകുന്ദൻ കെട്ടുതറയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായി. പുന്നത്തൂർ കോട്ടയിലെ തെക്കേ പറമ്പിലെ കെട്ടുതറയിൽ ഒതുങ്ങി അവന്റെ ജീവിതം. ഇടയ്ക്ക് പുറത്തിറക്കി നടത്തിക്കാറുണ്ടായിരുന്നു. 2 ആഴ്ചയ്ക്ക് മുമ്പ് മുകുന്ദൻ കുഴഞ്ഞു വീണിരുന്നു. അന്ന് ക്രെയിൻ ഉപയോഗിച്ചാണ് അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയത്. ചികിത്സയിൽ തുടരവെ ഇന്ന് രാവിലെ 10 മണിയോടെ മുകുന്ദൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. വർഷങ്ങൾ നീണ്ടുനിന്ന എല്ലാ വേദനകളിൽ നിന്നും മുകുന്ദൻ എന്നേക്കുമായി മോചിതനായി. മുറിവാലൻ മുകുന്ദൻ കൂടി വിട പറഞ്ഞതോടെ ഒരു കാലത്ത് 65-ൽ പരം ആനകൾ നിന്നിരുന്ന പുന്നത്തൂർ കോട്ടയിൽ ഇനി അവശേഷിക്കുന്ന ആനകളുടെ എണ്ണം 38-ആയി ചുരുങ്ങി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോടനാട് വനത്തിൽ മുകുന്ദനെ സംസ്കരിക്കും. ആനക്കേരളത്തെ വിട്ടുപിരിഞ്ഞ് വിഷ്ണുപാദം പൂകിയ ഗുരുവായൂർ മുകുന്ദന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം.